എനിക്കൊരു കളി ചിരിപ്പിക്കല്ലേ ട്രോളെ വാർത്ത കോഴിത്തല ഓക്കെ. അപ്പൊ ഇന്ത്യ എങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി കാണണം നിങ്ങളുടെ അഭിപ്രായത്തില്? എന്റെ അഭിപ്രായത്തില് എന്താ പറയാ, ഇപ്പം ഭരിക്കുന്ന പാർട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമേ ഉള്ളൂ. കാരണം അവര് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അങ്ങനത്തെ കാര്യമില്ല. അവരുടെ വിശ്വാസം മറ്റുള്ള അടിച്ചേൽപ്പിക്കുകയാണ്. ഹിന്ദു രാഷ്ട്രമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്. വി ഇന്ത്യൻസ് ആണ്, അല്ലാതെ ഒരു മതവിഭാഗം മാത്രമല്ല, പലരും വന്നു പോയതാണ്. അപ്പോൾ സെക്യുലർ കൺട്രി ആയിട്ട് കണക്കാണ് ആ രീതിയിൽ പോവുകയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റും BJP എടുത്ത രണ്ടും, ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റും BJP രണ്ട് എക്സ്ട്രീമാണ്. വയലൻസ് ഇതിലുണ്ട്. അപ്പൊ ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആണെങ്കിലും എനിക്ക് തോന്നുന്നു കോൺഗ്രസ് വന്നാൽ നല്ലതായിരിക്കും. കാരണം കോൺഗ്രസ് എന്ന ഐക്യമില്ല, പക്ഷെ അവർക്ക് എക്സ്ട്രീമിസ്റ്റ് അല്ല, വയലൻസ് ഇല്ല, വയലൻസ് കുറവൊന്നുമില്ല. യൂണിറ്റി വരുമ്പോഴാണ് വയലൻസ് വരുന്നത്. കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആണെന്ന് പറയാം. കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും രണ്ടും എക്സ്ട്രീമിസ്റ്റാണ്. കോൺഗ്രസ് എക്സ്ട്രീമിസ്റ്റ് അല്ല. അപ്പൊ രാഹുൽ ഗാന്ധി പോലെ ആൾക്കാർ മാറിക്കൊടുത്ത് സച്ചിൻ പൈലറ്റ് പോലെ ആൾക്കാർ വരികയാണെങ്കിൽ, കോൺഗ്രസ് വരികയാണെങ്കിൽ ഇന്ത്യ രക്ഷപ്പെടും. ഞാൻ കോൺഗ്രസ് അനുഭാവിയല്ല. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കൊന്നും ഇനിയാണ് നടക്കുന്നത്. ഇപ്പൊ ആം ആദ്മി പാർട്ടിയിലെത്തിയെങ്കിലും അവർക്ക് പൊങ്ങി വരാൻ ടൈമെടുക്കും. ജനറൽ പാർട്ടിയാണ് നിലവിലെ ഇപ്പോൾ സൊല്യൂഷൻ, അത് മാത്രമേ പെട്ടെന്നുള്ള സൊല്യൂഷൻ കോൺഗ്രസ്സുകാർ വരുന്നത്. അതിന് രാഹുൽ ഗാന്ധി മാറുന്നുണ്ടോ? മെഡിക്കൽമാരെ യുവാക്കളെ കൊണ്ടുവരണം. സച്ചിൻ പൈലറ്റ് പോലെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, യുവാക്കളുണ്ട്. ഇയാൾ മാത്രമല്ല, അല്ലാതെ മറ്റേ രണ്ടും പ്രശ്നമാണ്. കമ്മ്യൂണിസ്റ്റ് ആയാലും BJP രണ്ടും. കേരളത്തിൽ അടുത്ത് ആര് ഭരിക്കണം? രണ്ടിടത്തും കോൺഗ്രസ്. രണ്ടിടത്തും കോൺഗ്രസ്. അത് കേരളത്തിലെ ഭരണം മോശം. കോൺഗ്രസ് ന്യൂട്രൽ പാർട്ടിയാണ്. എനിക്ക് കോൺഗ്രസ് പേഴ്സണലി ഇഷ്ടമല്ല, ഇഷ്ടമുള്ള പാർട്ടി. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥയിൽ കോൺഗ്രസ് വരുന്നതെന്നുള്ളത്. കോൺഗ്രസ് വരുന്നത് നല്ലതെന്ന് പറയുന്നത്. അപ്പൊ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും പരാജയപ്പെട്ട് നിൽക്കുന്ന പ്രതിപക്ഷമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസ് ഭരിച്ച കാലത്ത് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പാർട്ടിയായിരുന്നു ഏറ്റവും ശക്തമായിട്ട്. പക്ഷെ ഈ ഒരു ഭരണ കാലഘട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിൽ നിന്നുള്ള പല ആൾക്കാർ കമ്മ്യൂണിസ്റ്റിലേക്കും വരുന്നുണ്ട് അല്ലേ? മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ എങ്ങനെ ഭരിക്കുമെന്നാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസം വളരെ മോശമാണ്. പഴയ കമ്മ്യൂണിസം ഇഷ്ടമാണ്, DMS-ഉം അച്യുതമേനോട് കാലത്ത്. ഇപ്പോഴത്തെ കമ്മ്യൂണിസം വളരെ മോശമാണ്. കാരണം ഒരു മനോരോഗികൾ തുറന്നു പറയും, മനോരോഗിയിലെ ഗുണ്ടകളാണ്. കാരണം നമ്മളിത് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവ കാർ കൊണ്ട് വീട്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന പറയാം. ഇവരെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. BJP ആണെങ്കിലും പ്രശ്നമുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷൻ ഇല്ല. ഈ വർത്താനം കേൾക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും ആരാട്ടം കോൺഗ്രസ്സാണോ? ഞാൻ കോൺഗ്രസ്സാണല്ല, പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭവം. അല്ലല്ല, ഞാൻ കേസ് പറയട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടി എടുത്താലും അതിന്റെ അകത്ത് പോരായ്മകളുണ്ട്. ഞാൻ BJP മാത്രം അങ്ങനെ BJP ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതറിയോ? പബ്ലിസിറ്റി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം പലർക്കും പേടിയാണ്. മനസ്സിലായോ? അല്ല, ഇപ്പൊ ഇവിടെ കരുണാനിവിടെ ആൾക്കാർ കറക്റ്റ് ആണെങ്കിലും ഒരുപാട് പ്രോഗ്രസ് കൊണ്ടുവന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ പണ്ട് കമ്മ്യൂണിസ്റ്റ് ഒന്നല്ല, അച്യുതമേനോനൊക്കെ കരിട്ടോണൊക്കെ കൊണ്ടുവന്നു. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പിന്നെ ഇതൊക്കെ പോസിറ്റീവ് ഉണ്ട്. ഗുജറാത്ത് നിരസിക്കാൻ കാരണം മോഡിയാണോ? മോഡി ഒരുപാട് ബ്രെയിൻ ചൈൽഡ് ഒരുപാട് ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട്. അത് നല്ലതാണ് വിദേശത്തു. പക്ഷെ പുള്ളിയുടെ കുഴപ്പം പറഞ്ഞാൽ പുള്ളി പ്രോഗ്രസ് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് സംഭവമുണ്ട്. പണം മാത്രം പോരാ. ഭൂട്ടാൻ പോലെ കൺട്രീസിൽ ചെറിയ കൺട്രിയാണ്, പക്ഷെ അവർക്ക് ബുദ്ധിസ്ഥലമായതുകൊണ്ട് അവർ ഹാപ്പിയാണ്. പക്ഷെ പണം ആവശ്യമില്ല. പക്ഷെ ഇന്ത്യ പോലെ വലിയ കൺട്രിയിൽ GDP വേണം, GNH വേണം, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്സും വേണം, GDP വേണം, രണ്ടും വേണം. പക്ഷെ ആ GNH-ലേക്ക് മോഡി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. മോഡി വികസനത്തിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. പക്ഷെ മോഡിക്ക് വികസനം വളരെ കഴിവുണ്ട്, അതിനുവേണ്ടി മാത്രം ഓറിയന്റഡ് ആവാം. പക്ഷെ പുള്ളിക്ക് ആർഎസ്എസ് തള്ളി പറയാൻ പറ്റില്ല, കാരണം പുള്ളി അന്ന് വന്നതാണ്. പക്ഷെ ഇവരുടെ വിശ്വാസം മറ്റുള്ള അടിച്ചിട്ട് നോർത്ത് ഇന്ത്യയിൽ കുറച്ച് പ്രശ്നമാണ്. ശരിക്കും മോഡി അത്ര മോശക്കാരനല്ല. ഇവിടെ സൗത്ത് ഇന്ത്യയിലെ മീഡിയയിലെ കാരണം പുള്ളി വളരെ മോശം കണക്കാണ്. പുള്ളി ഒരു ഇന്ത്യ വികസിക്കണം, ഇന്ത്യയുടെ ഒരു വലിയൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്ത്യ വികസിക്കണം, ഇന്ത്യ മുന്നോട്ട് വരണം ആഗ്രഹിക്കുന്ന ആളാണ്.
അല്ല ഈ മതം അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഈ മതം സംഭവം ആവശ്യമില്ലെന്ന് ഞാൻ പറയാം. ദൈവം വേണം, പക്ഷെ മതം ആവശ്യമില്ല. മതം ഉണ്ടാക്കിയത് പുരോഹിതമായ മറ്റേ ആൾക്കാർ ഉണ്ടാക്കി അവർക്ക് രാഷ്ട്രീയ ഉണ്ടാക്കിയ പരിപാടിയാണ്. ജനങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യനുണ്ടാക്കിയതാണ്. അത് മതം ആവശ്യമില്ല. മതത്തിനാണ് നല്ല കാര്യങ്ങളുണ്ട്, മോറൽ വാല്യൂസ്, അതൊന്നും ആരും ഡിബേറ്റ് ചെയ്യില്ല. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. ആരും പക്ഷേ ക്രിസ്ത്യാനിയിലെ ഏറ്റവും വലിയ കണ്ട ക്വാളിറ്റി ഫൊർഗീവ്നെസ്, ക്ഷമിക്കുക. പക്ഷെ ഞാൻ കണ്ട ഒരു ക്രിസ്ത്യാനിക്കും ഫൊർഗീവ്നെസ് ഇല്ല. നല്ല കാര്യം ആരും എടുക്കില്ല. എല്ലാവരും റിച്വൽസ് ചെയ്യും. നല്ല കാര്യം ആരും എടുക്കില്ല. മതം അപ്പം വേണ്ടെന്നാണോ? മതം വേണ്ട. മതം കൊണ്ട് മതത്തിന്റെ അല്ല, അല്ലെങ്കിൽ അക്ബർ ഉണ്ടാക്കിയ പോലെയല്ല, എല്ലാ മതത്തിന്റെയും പോസിറ്റീവ് എടുത്തിട്ട് പുതിയ വിജയമാണ്. ഇന്ത്യയിലെ മതം വേണ്ടതാണ്. ഇന്ത്യ മതം പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ഇന്ത്യയും ചൈന ഒരേപോലെ ഇരുന്നാണ്. ഇവിടെ ചൈനയിൽ ഇന്ത്യ ഗ്ലോബലൈസേഷൻ കൊടുക്കും, രണ്ടിനും വന്നു. പക്ഷേ ചൈന ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യും. ആരാണ് ശരിക്കും പോപ്പുലേഷൻ കൺട്രോൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് ആരാണ് ശരിക്കും മതവർഗീയത ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ആരാണ് കൂടുതൽ തമ്മിലടിക്കുന്നത്? എല്ലാവരും ഉണ്ട്. അതെല്ലാം ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്ട് അതുമായിട്ട് ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തില് മനുഷ്യരെ അല്ലെങ്കിൽ മതങ്ങളെ വെച്ച് തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയമാണ്. മനസ്സിലായി? രാഷ്ട്രീയം വരുമ്പോഴാണ് കൂടുതൽ മതങ്ങൾ. രാഷ്ട്രീയമാണ് ഇപ്പം മതം പക്കാ ബിസിനസ് ആണ് രാഷ്ട്രീയം. അതായത് മതവും ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. പരിധി വരെ. പക്ഷെ അതിലും പാസ്റ്റർമാര് ഫ്രാൻസിൽ കാണിച്ചു എത്ര കള്ള പാസ്റ്റർമാര് ഫണ്ട് ഉണ്ടാക്കി അവർ ചെയ്യുന്നു. ഈ ക്രിസ്ത്യാനിറ്റിയിൽ എല്ലാത്തിലും ഉണ്ട്. അതാ പറഞ്ഞ എല്ലാത്തിനും എന്താ പറയാ സോസിക്കപ്പെട്ടാണ്. പുള്ളിക്ക് പൊളിറ്റിക്സിന്റെ ആവശ്യമില്ല. പൊളിറ്റിക്സ് വേണ്ടിയ പ്രശ്നം നമ്മള് ഇപ്പൊ ഞാൻ പറയാം, മോഹൻലാൽ പറയുന്ന ആൾക്ക് രാഷ്ട്രീയമില്ല. പുള്ളി ഏത് ഇഷ്യൂ എടുക്കണം പറഞ്ഞു പറയും. പുള്ളിക്ക് ഏത് ഇഷ്യൂ എടുക്കണം അതിനെ കുറിച്ചാണ് പറയാം. പുള്ളിക്ക് പാർട്ടിയുടെ എനിക്ക് തോന്നിയില്ല. പക്ഷെ അങ്ങനെ രാഷ്ട്രീയമില്ല, നിഷ്പക്ഷമായിട്ട് പറയാം. ഇപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം എവിടെ ഒരു ലഹരി ഉപയോഗം വന്നാലും അത് സിനിമാക്കാർക്ക് നേരെയാണ്. ശരി, എല്ലാ സിനിമയിൽ നിന്ന് വന്ന ശരിക്കും പറഞ്ഞാൽ ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്താണ് ഈ കലാകാരന്മാർക്കുള്ള 3 സ്റ്റിമുലേഷൻ ആണ്. ഇതാണ് പൃഥ്വിരാജോട് യോജിപ്പില്ല. ഡ്രഗ്സ്, ആൽക്കഹോൾ, സെക്സ്, ഈ 3 കാര്യം കലാകാരന്മാർക്ക് ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ എന്ത് പറഞ്ഞാലും ഈ സിനിമാക്കാരുടെ തലയിലേക്കാണല്ലോ വരുന്നത്. സിനിമാക്കാരിറക്കി സിനിമാക്കാരെ ഞാൻ ശരിക്കും സംശയം ചോദിച്ചോട്ടെ. ഇത് സിനിമാക്കാരാണോ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അത് ഇവിടുത്തെ രാഷ്ട്രീയ അല്ലെങ്കിൽ അല്ല? ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ ലഹരി മാഫിയനെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. ഇവിടെ ആരും ചെയ്യില്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അണ്ണനെ ലഹരി കഞ്ചാവ് അടിച്ചതിന് പിടിച്ചു. കഞ്ചാവ് കയ്യിൽ നിന്ന് ഇത്ര ഗ്രാം പിടിച്ചു. അണ്ണനെ വെച്ചിട്ട് അണ്ണൻ ആര് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവനാ തന്നത്. അവനെ പിടിക്കാം. അവൻ ആര് കൊടുത്തു? ഇങ്ങനെ പിടിച്ച് ഇത് ഉന്മൂലനം ചെയ്യാൻ കഴിയും. എന്തുകൊണ്ട് ചെയ്യുന്നത്? അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ പോലെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എല്ലാ സിനിമാക്കാരും ഞാൻ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാവരും സിനിമാക്കാർ ലഹരി ഉപയോഗിക്കുന്നത് കട്ടാണ്. അത് ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ്. ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഡ്രഗ്സ്, ആൽക്കഹോൾ, സെക്സ്, ഈ 3 കാര്യങ്ങൾ. പിന്നെ സിനിമ ഫീൽഡ് 4 ചതിയുള്ളത് ബിസിനസ്സാണ്. ഈ 4 കാര്യം സിനിമ ഫീൽഡിലുണ്ട്. പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ലഹരിയുടെ ആവശ്യമില്ല, ക്രിയേറ്റിവിറ്റി യോജിപ്പില്ല. ലഹരിയുടെ ആവശ്യമില്ലല്ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പല ഒളിവാട് ഒരാൾ പോലും കവിത എഴുതിയിട്ടില്ല. ഇതിനെ വേണ്ടി ഇപ്പൊ ഈ വയലാർ രാമവർമ്മ ലിറിക്സ് ചെയ്യുന്ന ആളാണ്. അയാൾക്ക് കള്ളു കുടിച്ചിട്ടാണ് അയാൾ ലിറിക്സ് ചെയ്യുന്നത്. തകഴിക്ക് നോവൽ എഴുതിയ ആൽക്കോൾ വേണം. പിന്നെ ഷെർലക് ഹോംസിന് അയാൾക്ക് ബുക്ക് ചെയ്യുന്ന ഡ്രഗ്സ് വേണം. അതൊരു ഫാക്ടർ തന്നെയാണ്. ക്രിയേറ്റിവിറ്റിക്ക് ഒരു ഫാക്ടർ ഉപയോഗിക്കാതെ ചെയ്തതുകൊണ്ട്, പക്ഷെ ഇതൊരു ഫാക്ടറാണ്. കാരണം സയന്റിഫിക്കലി കൂടെ തന്നെയാണ് പഠനത്തിൽ വായിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയട്ടെ, അവര് ക്രിയേറ്റീവ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇപ്പം ഇമാജിനേഷൻ ഇങ്ങനത്തെ ശരിയാവും. ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോഴാണ് ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ റിയാലിറ്റി ഡിബേറ്റ് ചെയ്ത് അവര് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ്. അല്ല, അവര് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അങ്ങനെ സത്യം അവര് പറഞ്ഞു എനിക്ക് എഴുതണമെങ്കിൽ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അത് സയന്റിഫിക്കലി ഒന്നുമല്ല. ആൾക്കാർ അടിച്ചേൽപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ ആരെങ്കിലും പറഞ്ഞു. ഇപ്പം അല്ലല്ലോ വയലാർ വന്ന് പറഞ്ഞു ഞാൻ 2 പെഗ് അടിച്ചിട്ടാണ്. അത് പുള്ളി പറഞ്ഞു. പക്ഷെ ഇതൊരു ശീലമാണ്. ക്രിയേറ്റിവിറ്റിയുടെ ഒരു തലത്തിലേക്ക് പോകണമെങ്കിൽ, ആ റിയാലിറ്റി ഡിബേറ്റ് ചെയ്യുന്ന ഫാന്റസിയിലേക്ക് പോകണമെങ്കിൽ ഇതൊരു സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ ആണെന്ന് ശാസ്ത്രീയമായി ചിരണ്ട.
പക്ഷെ അത് അമിത ഭാവിയാണ് പ്രശ്നം. ചേട്ടത്ത് കൺട്രോൾ ചെയ്യില്ല. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇവര് ഇതൊക്കെ ശീലമായവരാ. അല്ല ഇതിനു വേണ്ടി ഇത് എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കഴിക്കുന്നതല്ല. അവര് ചിലപ്പം ഏതെങ്കിലും സമയത്ത് അവരുടെ ശീലം ഉപയോഗിക്കുന്നു. പല ആൾക്കാരും അനുഭവത്തിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ONVയുടെ ഈ ഞാൻ പറഞ്ഞുതരാം. ONVയുടെ അല്ല ഞാൻ പറയട്ടെ, എനിക്കൂടെ പറയാൻ അവസരം എന്താ. ഇപ്പം ONV നിങ്ങൾ പറഞ്ഞു എന്താ പറയാ പഴയ പാട്ടുകാരൊക്കെ എഴുതുന്ന കഞ്ചാടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ONVയുടെ ഒരു പാട്ടുണ്ട് അരികിൽ നീ ഉണ്ടായിരുന്ന അല്ല അതിന്റെ ഞാൻ മുഴുവൻ പറയട്ടെ. അതിന്റെ അകത്തൊരു വരിയുണ്ട്, രാത്രി മഴ പെയ്ത് തോർന്ന നേരം എന്ന് പറഞ്ഞിട്ട് വരിയുണ്ട്. ആ വരി പുള്ളിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് കഴിഞ്ഞാൽ ആ മ്യൂസിക് ഡയറക്ടർ രാജമാസ്റ്റർ ആരാണെന്ന് തോന്നുന്നു, അദ്ദേഹം പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയും. വർഷങ്ങൾക്ക് ശേഷം ആരാ മ്യൂസിക് ഡയറക്ടറുടെ പേര് മറന്നു, അവര് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നതാണ്. അപ്പൊ ലാസ്റ്റത്തെ പാട്ട് കിട്ടിയില്ല. അപ്പം പബ്ലിക്കായിട്ട് പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇദ്ദേഹം പറയും, ഓപ്പൺ ആയിട്ട് പറയും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അത് പേടിച്ചിട്ട് പുള്ളി ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു മഴ പെയ്തിട്ട് ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷി വന്നുകൊണ്ടിരുന്ന് കരയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ആ ഇലയിൽ ഇങ്ങനെ തുള്ളി ഇങ്ങനെ വീഴുന്നുണ്ട്. അങ്ങനെ എഴുതിയ ആ വരികളാണ് കാതരയായ ഒരു പക്ഷിയും ജാലകവാതിൽവെന്ന് ചില മനസ്സിലായി. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു ഫാക്ടറാണ് മാത്രമേ, ഇതില്ലാതും ചെയ്യാം. ഇതൊരു ഫാക്ടറാണ് മാത്രമേ, ഇതൊരു ഫാക്ടറാണ്, ശീലമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ചിലര് ഇത് ജോൺ അബ്രഹാം പറയുന്ന ആള് 24 hours കുടിക്കുന്ന ആളായി. പഴയ മേക്കേഴ്സ് ആയ ആരാണ് അരവിന്ദൻ, ഇവരെല്ലാം അല്ലെങ്കിൽ ഇവരെല്ലാം അതുകൊണ്ടാണ് പെട്ടെന്ന് മരിച്ചുപോയത്. ഇവരുടെ ആൾക്കോൾ കുടിക്കുന്നത് ഇതൊരു ഫാക്ടറാണ് മാത്രമേ. കുടിച്ചിട്ട് അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചിട്ട് ക്രിയേറ്റീവ് കിട്ടുന്നത് ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ 10 ബുക്ക് എഴുതിയെന്ന് പറഞ്ഞു, കള്ളു കുടിച്ചിട്ടാണ് അല്ലെങ്കിൽ ഡ്രഗ്സ് എന്നോട് കൂടെ ഞാൻ പറഞ്ഞത് ഒരു ഫാക്ടറാണ് മാത്രമേ. ഇതുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇതൊരു ഫാക്ടറാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ക്രിയേറ്റിവിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതില്ലാതും ചെയ്യാം. പക്ഷെ ഇതൊരു ഫാക്ടർ, വൺ ഓഫ് ദി കാരണമാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് ആൾക്കാർ പറയുന്നു ഇങ്ങനെ പണ്ടുള്ളവർ ഇങ്ങനെ വലിച്ചിട്ട് ചിന്തിച്ചിരുന്ന് എഴുതിയ ഞാൻ അവരുടെ ക്രിയേറ്റീവ് ആണ്. കാരണം ഇപ്പൊ ഈ ട്രാഫിക്കും ഈ കുരുമുരിന്റെ ഇടയ്ക്ക് കുറെ നല്ല ഫിലിംസ് വന്നു. ഈ ഫോട്ടോജി ഗ്യാങ്, മട്ടാജി ഗ്യാങ് കുറെ നല്ല മൂവീസ് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇങ്ങനെ ആയിക്കോട്ടെ, അതിൽ അഡൽട്ട് ഇങ്ങനത്തെ ഈ സെക്സും അതെല്ലാം വന്നിട്ടുണ്ട്. കാരണം അവരുടെ ക്രിയേറ്റിവിറ്റി തോന്നിക്കണം. കാരണം പഴയ ഫിലിം മേക്കേഴ്സ് ഇവർ ഇഷ്ടമല്ല. കാരണം അവർ ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുന്നില്ല. ഇവർ ന്യൂ ജനറേഷൻ പടം പറഞ്ഞ പല പടങ്ങളും ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ്. അത് പഴയ കൺവെൻഷൻ ഫിലിം മേക്കേഴ്സ് പറ്റിയില്ല. ഇപ്പൊ ഞാൻ ട്രാഫിക് കുരുമുരിന്റെ എടുക്കാനുള്ള ഒരുപാട് പടം വന്നിട്ടുണ്ട്, ഒരുപാട് പടമുണ്ട്. അതെല്ലാം ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആയി. അത് കൺവെൻഷൻ ഫിലിം മേക്കേഴ്സ് പറ്റില്ലായി. കുരുമുരിന് ശേഷമാണ് ആ ട്രെൻഡ് മാറിയത്. അവര് നല്ലൊരു ഗ്യാങ് ആയിരുന്നു, വളരെ ക്രിയേറ്റീവ് ആയിരുന്നു. അവര് ശരിക്കും ഡിഫറെന്റ് ആയിട്ട് തിങ്കിങ് ആയി. ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് ചെയ്തപ്പോ സ്മോക്ക് ചെയ്യുന്ന ആളാണ്. ഇതൊന്നും ഇല്ലാതെ ശ്രീനിവാസൻ തമ്മിൽ ലിറിക്സ് ചെയ്തപ്പോ പുള്ളി ഒരു ആഡബറ്റും ഇല്ലാത്ത ആളാണ്. ഇത് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ആണ് മാത്രമേ ഉള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത്, ആൾക്കാർ പറയുന്നത് അവരുടെ ശീലം ശീലമല്ല, തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സിനിമാ ഫീൽഡിൽ മാത്രം ഇത് ഇത്രയും കൂടുന്നു? അവിടാണ് ചേട്ടൻ തെറ്റിയത്. സിനിമാ ഫീൽഡിൽ എന്തുകൊണ്ട് കൂടുന്നു? ആരാണ് സിനിമാ ഫീൽഡിൽ മാത്രമാണ് ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ മിക്കവരും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കേരളത്തിലെ ജില്ല എടുത്തു കഴിഞ്ഞാൽ എല്ലാരും പറയുന്നത് എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് മാഫിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവിടാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം പല ജില്ലയിൽ നിന്നും വന്നിട്ട് ഇവിടെ ആൾക്കാർ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അടക്കമുള്ള ആൾക്കാരാണ്. ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളല്ല. ഇവിടെ പല സ്ഥലത്തുനിന്നും പല സ്ഥലങ്ങളിലും വന്നിട്ട് ഇവിടുന്ന് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് പേര് മൊത്തം എറണാകുളം ജില്ലയിൽ 2K കിഡ്സ് എന്ന് അങ്ങനെ 2K കിഡ്സിന് അതിശാവേശിക്കരുത്. അത് ഞാൻ സമ്മതിക്കത്തില്ല. ഇത് 2K കിഡ്സ് ആണ് ഉണ്ടാക്കുന്നത് ഈ സാധനം. ഇതാരെ കച്ചവടം ചെയ്യുന്നത്? എല്ലാവരും 2K കിഡ്സ് ഇതിനു മുമ്പ് ലഹരി ഉപയോഗിച്ച് കഞ്ചാവ് വലിച്ചിട്ടില്ല ഇതിനു മുമ്പ് ആൾക്കാര്. കഞ്ചാവ് ഒരു അത്ര മോശം കാര്യമൊന്നുമല്ല. മെഡിക്കൽ യൂസിലുള്ള എല്ലാവരും പറയും 2K കിഡ്സ് ഉപയോഗിക്കും. 2K കിഡ്സ് ഞാനൊരു കേസ് പറയട്ടെ.
ഞാൻ ഈ കഞ്ചാവൊന്നും വലിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ഞാൻ എന്റെ കാലഘട്ടത്തിൽ, അതായത് അല്ലല്ല ഞാൻ പറയട്ടെ, ഞാനൊരു 2010 മുതൽ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. എനിക്കന്ന് 11 വയസ്സേ ഉള്ളൂ. അന്ന് ഒരു 12-13 വയസ്സുള്ളപ്പോ ഞാൻ എന്റെ ജംഗ്ഷനിൽ നിന്ന് സിഗരറ്റ് വലിക്കുമായിരുന്നു. എന്റെ നാട്ടിൽ എന്ന് ചോദിച്ചാൽ അറിയാം. കാരണം അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഇത്രയും കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടും എന്തുകൊണ്ട് അധികം ആൾക്കാരിലേക്ക് ചെന്നിട്ടില്ല. അന്ന് കഞ്ചാവ് പിടിച്ച ആൾക്കാരുണ്ട്, കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല. ഇതെല്ലാം സെൽഫ് കൺട്രോളിൽ ആൾക്കാർ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ മോഹൻലാൽ പറയുന്ന ആൾ മദ്യപിക്കുന്ന ആളാണ്. പുള്ളി മദ്യപിച്ചിട്ട് വഴിയിൽ കിടക്കുക നമുക്ക് ചെയ്തിട്ടില്ല. പുള്ളിനെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അല്ല കൺട്രോളിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. 2% 3% അവരെ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത ഉപയോഗിക്കാൻ പ്രശ്നമാണ്. അങ്ങനെ കൺട്രോളിൽ ഉപയോഗിക്കുന്ന ഇതെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഫോറിനേഴ്സ് കള്ളുപിടിക്കും. അവർ വഴി കിടന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങോ ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കണം. അതേപോലെ ഞാൻ എന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. എന്റെ കൂട്ടുകാരനെ ചെയ്താൻ പറയുന്ന ആള് ഇതെല്ലാം ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ പുള്ളിക്ക് കൺട്രോളുണ്ട്. ഞാൻ കേസറ അത് ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഇരിക്കും. മനസ്സിലായോ? സ്വഭാവം എല്ലാവർക്കും സെൽഫ് കൺട്രോൾ അവർക്ക് ഇച്ചിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും സെൽഫ് കൺട്രോൾ ഈ കള്ളുടിക്കുന്ന ചില സാധനങ്ങൾ MH ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, MH വൈറ്റമിൻ ചീഫ് ഒക്കെ 2 പെഗ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല. ഈ സാധനം പാതിയെ പൊട്ടുപടിയാണ്. അപ്പൊ 2 നേരിട്ട് കണ്ടില്ലെങ്കിലും പുള്ളി പറഞ്ഞിട്ട് പല ഡ്രഗ്സ് പുള്ളി ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഒരു കൺട്രോൾ വെച്ച് പോയിട്ടില്ല. പുള്ളിയുടെ കൂടെ ഡ്രഗ്സ് ഉപയോഗിച്ച് പല ആൾക്കാർ വെച്ച് പോയിട്ടുണ്ടാവും. പുള്ളി ഇപ്പം കാരണം പുള്ളിക്ക് ആ കൺട്രോളിൽ ഉപയോഗിക്കാറില്ല. ടോപ്പിക്കിൽ ഡിബേറ്റ് നമ്മുടെ ഇന്ത്യ ടോപ്പിക്കിൽ ഡിബേറ്റ് ഇന്ത്യ രാഷ്ട്രീയ പോസിറ്റീവ് ഉണ്ട്. നമ്മൾ ടോപ്പിക്കിൽ ഡിബേറ്റ് ചെയ്യുന്നു. നമ്മള് രാഷ്ട്രീയത്തിൽ വരുവാ. ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ ഏത് രാഷ്ട്രീയം അവിടെ ലഹരി ബന്ധമില്ല. ഇന്ത്യ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ആം ആദ്മി പാർട്ടി പോലെ ജനുവൻ പാർട്ടിയാണ്. ഒന്നിനെ ടൈം എടുക്കും. പ്രാക്ടിക്കലായിട്ട് പെട്ടെന്ന് ചെയ്തു വരുന്നത് വിജയുടെ പാർട്ടിയുടെ ഗുണമുണ്ടാവും. അല്ല ഞാൻ കേസറട്ടെ, ഒരു ഇപ്പോഴത്തെ കമ്മ്യൂണിസം സ്വാതന്ത്ര്യ ജനാധിപത്യ സോഷ്യലിസം ഞാൻ പറഞ്ഞ ഈ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചെല്ലുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാവുന്നത്. ഇവിടെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ആറാട്ടം തന്നെ വലിയൊരു കുഴിയാണ് കേട്ടോ, വലിയൊരു കുഴിയാണ്. ഞാനത് കുഴി കണ്ടിട്ട് ഞാനും ഈതട്ടൻ ആ കുഴിക്കകത്ത് വീണിട്ട് വലുതായിട്ടൊന്നും പറ്റിയില്ല, കാല് ചെറുതായിട്ട് മുറിഞ്ഞു. എന്നിട്ട് ആറാട്ടണ്ണനെ കൊണ്ട് ഞാൻ വ്യത്യാസം പോയിട്ട് ഈ കല്ലൂർ പാലാരിവട്ടത്തിന്റെ അവിടെ വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ കുഴി മൂടി. ഈ വീഡിയോ കണ്ടിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇയാൾ ചെയ്ത നന്മയെ പറ്റി ആരോ ഒന്ന് പറഞ്ഞു. മനസ്സിലായി? എല്ലാവർക്കും നെഗറ്റീവ് മതി. ഇപ്പം ഒരു 1000 നന്മ ചെയ്തെന്ന് പറഞ്ഞാലും അവന്റെ ഒരു നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞ ആൾക്കാർ അത് പിടിച്ചു. മനസ്സിലായി? ഞാൻ ഫിലോസഫി ഇക്കോണമിക്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ ഒരു 7 മണി മാത്രം അത് നിർത്തിയിട്ട് എത്ര നാളെ കൂടുതൽ പോയത് അത് മാത്രം ഇപ്പോഴും ആൾക്കാർ പറയില്ല. 7 മണി പറയുന്ന കാര്യം മാത്രം ഇപ്പോഴും പറയില്ല. വേറെ എത്ര നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട് അതും പറയില്ല. അതാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ അതാ പറഞ്ഞു. ഒരു നല്ലത് പറയിപ്പിക്കാൻ, ഒരു മഞ്ഞത്തരിയുള്ള നല്ലത് പറയിപ്പിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ മോശം പറയിപ്പിക്കാൻ സെക്കൻഡുകൾ ശരിയല്ല. ഞാൻ പറയാം, മോശം പറയിപ്പിക്കാൻ സെക്കൻഡുകൾ മതി. നമ്മളൊരു ഞാനൊരു നെഗറ്റീവ് അതാ ഞാൻ പറഞ്ഞത്. നല്ല കഷ്ടപ്പാടും നല്ല ജനങ്ങളെ അറിയാവുന്ന ഒരാൾ വരണം. അല്ല ഇപ്പത്തെ യങ്സ്റ്റേഴ്സിനും മിക്ക യങ്സ്റ്റേഴ്സിനും പൊളിറ്റിക്സിൽ താല്പര്യമില്ല. അവർക്ക് മതം രാഷ്ട്രീയം താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് അവരുടേതായ ഒരു ലോകം അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ്. എന്തിനാണ് തമ്മിൽ തല്ലിച്ചാവുന്നത്? ഏതെങ്കിലും അണികളെ മക്കളല്ലാതെ ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കൾ കൊടി പിടിക്കുന്ന അറ്റാക്ക് വന്നപ്പോ അതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് അറസ്റ്റ് ചെയ്യും. ഈ അറ്റാക്ക് ഒന്നുമില്ല ഇന്ത്യ പാകിസ്ഥാൻ. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷനില്ല. നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. വാർ വേണമെന്ന് പറയാൻ പറ്റില്ല, ഇതൊന്നും പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും അറസ്റ്റാണ്. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷൻ പോയിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിൽ മതിയാണ്. അപ്പൊ എനിക്ക് നിലവിൽ എനിക്ക് പ്രാക്ടിക്കലായി എനിക്ക് തോന്നുന്നു കോൺഗ്രസ് കേരളത്തിലായാലും ഏത് പാർട്ടിയായാലും ഇത് വരുമ്പോഴാണ് ഒരു പാർട്ടി മാത്രമാകുമ്പോ ബയസ്ഡാവും. നിഷ്പക്ഷമായിട്ട് പറയാൻ പറ്റില്ല. ഒരു കാലത്ത് കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ നല്ല ആവേശവും നല്ല എന്താ പറയാ നമുക്ക് കമ്മ്യൂണിസം പണ്ട് ബുദ്ധിജീവികളും നല്ല മനുഷ്യർക്കുള്ള നല്ല മനുഷ്യത്വം
ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഇപ്പൊ കഷ്ടപ്പെടാൻ ബുദ്ധി വേണ്ട. അല്ല ഞാൻ പറഞ്ഞേ 10-15 വർഷം പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച ആളെ നിർത്തത്തില്ല. കോൺഗ്രസിൽ നിന്ന് പാർട്ടി മാറി വന്ന കാശുള്ള ആൾക്കാരെ പിടിച്ചിട്ട് നിർത്തും. അപ്പൊ ഈ അണികൾ മണ്ടന്മാരാകുമല്ലേ? ഇത് ഞങ്ങളോട് നടന്ന സംഭവമാണ്, മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ അണികൾ മണ്ടന്മാരാണ് ഞാൻ പറയുന്നുള്ളൂ. പൊതുജനം കഴിയില്ല, അണികൾ മാത്രമല്ല. അല്ലല്ല, ജനങ്ങളെ വലിയ മണ്ടത്തരം. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും രാഷ്ട്രീയക്കാരെ കണ്ടുപിടിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം അലൻ ജോസ് പെരേര ആറാട്ടണെന്നാണ് ഞാൻ പറയുന്നത്. ഇവര് സോഷ്യൽ മീഡിയ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടം വിഷയം, അവിടെ തെറി പറഞ്ഞു ഇവിടെ തെറി പറഞ്ഞു. ആ ടാക്കോവിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടുകൂടെ ഒരുമിച്ചിരുന്ന് വെള്ളം കുടിക്കുന്നതാണ്. അതേപോലെയാണ് രാഷ്ട്രീയം. അണികൾ തമ്മിൽ തല്ലുകയും ചെയ്യും. അതിന് എന്നെക്കാൾ പിടിക്കും പെരേരയാണ്. പെരേര പറഞ്ഞാൽ ഈ മണ്ടന്മാർ ഉള്ളോളം കാലം പിടിച്ചേ പോകും. പുള്ളിയാണ് ശരിക്കും ഇവര് പറ്റിക്കുന്നത്. അല്ല, ഇവരെ രക്ഷിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെരേര രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട ആളാണ്. കാരണം അതേപോലെ വക്രത ഇല്ല. അവന്റെ കാര്യം പാർട്ടിയല്ല. ആണോ വിജയുടെ പാർട്ടി വരുന്നത് ഇന്ത്യയെ രക്ഷിക്കാൻ? എന്താണ് അഭിപ്രായം? ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി വിജയുടെ പാർട്ടി പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളി നല്ലൊരു ആക്ടറാണ്. പക്ഷെ പുള്ളിയുടെ ആക്ടിങ്ങിനെക്കാട്ടിലും ഇഷ്ടം പുള്ളിയുടെ മനുഷ്യത്വമാണ്. പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം ഗിന്നസ് റെക്കോർഡ് ആണെങ്കിൽ പോലും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പുള്ളിയെ പെട്ടെന്ന് പരിചയപ്പെട്ടു. സൂര്യയായിട്ട് പോലും 35-40 ദിവസത്തിന് ശേഷം ഭയങ്കരമായിട്ട് കമ്പനിയായ വിജയായിട്ട് പെട്ടെന്ന് കമ്പനിയായ പുള്ളി ഹാരിസ് പേരടി തന്നെ വന്നത്. ഹാരിസ് പേരടി വന്നപ്പോൾ പുള്ളി എഴുതിയിട്ട് കൈ കൂട്ടിയിട്ട് ഞാൻ വിജയാണ്. അത്ര എളിമ ആൾക്കാരോട് ഒരാർട്ടിസ്റ്റ്. പിന്നെ വിജയകാന്ത് സാറിന്റെ കാര്യം തമിഴില്ല സിനിമയും രാഷ്ട്രീയവും അതിന് ബന്ധമുണ്ട്. സിനിമക്കാരെ രാഷ്ട്രീയം ഇവരെല്ലാം അതാ ഞാൻ പറഞ്ഞ വിജയകാന്ത് സാറിന് ഇപ്പോഴും വിജയകാന്ത് സാറിന്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറയാം. അത്രയും എന്താ പറയാ, ജെ വില്യംസ് ആ ക്യാമറമാന്റെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങൾ പട്ടിണിയായ സമയത്ത് ഷൂട്ടിന് വന്ന സമയത്ത് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. ഏതോ ലൊക്കേഷനിൽ 13 പേർക്ക് ഫുഡ് കുറഞ്ഞപ്പോഴത്തേക്കും പുള്ളി തന്നെ അവർക്ക്. അപ്പം നല്ല മനുഷ്യര് എനിക്ക് തോന്നുന്നു ഈ മലയാളികളെ കാട്ടി കൂടുതൽ നല്ലവരുള്ള തമിഴ്നാട്ടിലെ വളരെ ഇമോഷണൽ ആണല്ലോ. അവർക്ക് സിൻസറാണ്. മലയാളികൾ മലയാളി സിൻസറാണ്. ഒറ്റ കാര്യത്തിലുണ്ട്, പണത്തോട് മാത്രം. മലയാളി ബേസിൽ ഫ്രോഡുകളാണ്, വക്രത ഭയങ്കരമാണ്. അലൻ ജോസ് പെരേര ഇവിടെ ആൾക്കാർ കേരളത്തിലുള്ളത് സ്വാർത്ഥത, വക്രത, അസൂയ, ഇതെല്ലാം ഭയങ്കരമാണ്. മനുഷ്യനായിട്ട് കാണുന്ന ആൾക്കാരാണ്. അല്ല, വിജയ് വരണമെന്ന് ഞാൻ പറഞ്ഞതുള്ളൂ. വിജയ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം പുള്ളി ഞാൻ പറയല്ലേ, പണ്ട് തൊട്ടേ പുള്ളി ആൾക്കാരോട് ഇടപഴകുന്ന രീതി, ആ പിള്ളേരുടെ സ്കൂൾ ഇത് SSLC പാസ്സായപ്പോൾ ആ പുള്ളിക്ക് ആ ഒരു എളിമയുണ്ട്. എങ്ങനെയാണ് പുള്ളി ഇതിൽ നല്ല രീതി പഠിച്ചിട്ടിറങ്ങിയാണ്. പുള്ളി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അല്ല ജയിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. എനിക്ക് 100% ഉറപ്പാണ്. സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്. രാഷ്ട്രീയമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റും. ചെറിയ പോരായ്മകൾ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ പോരായ്മകൾക്കൊപ്പം പുള്ളിയുടെ നല്ല അല്ല ഞാൻ ചിരിച്ചു പോയതാ. എനിക്ക് ഇഷ്ടമല്ല. എന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി ഞാൻ ഏത് രാഷ്ട്രീയക്കാരനാണ്. ചിലപ്പോ ആൾക്കാർ എന്നെ സംഖ്യയാക്കും, ചിലപ്പോ കൊങ്ങിയാക്കും. പക്ഷെ എന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി മനസ്സിലായി. അവരെ കളിയാക്കി പറഞ്ഞ ആൾക്കാർ കമന്റ് ഇടുന്ന കേസ് ഞാൻ പറഞ്ഞ. പക്ഷെ ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് അറിയാൻ വേണ്ടി എന്റെ പ്രൊഫൈൽ പോയി നോക്കിയാൽ മതി. എന്റെ അഭിപ്രായത്തില്ല ഒരു കക്ഷി രാഷ്ട്രീയം ഉണ്ടാവാനാണ്. കാരണം ഒരു കക്ഷി രാഷ്ട്രീയം ഉപയോഗിക്കുക അതിലേക്ക് മാത്രം ഓറിയന്റഡ് ആയിട്ട് നിഷ്പക്ഷമായി പറയാൻ പറ്റില്ല. സുധാകരൻ സാർ നല്ല കാരണമായിരുന്നു. ഗണേഷ് കുമാർ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ പോയതാണ്. പിന്നെ ഉള്ളത് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവ ഗണേഷ് കുമാർ നന്നായിട്ട് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പുള്ളിയായിരുന്നു. ഒരു രാഷ്ട്രീയക്കാരനാവണമെങ്കിൽ നല്ല മനസ്സും വേണം, ജനങ്ങൾക്കിടയിലേക്ക് പോകണം. ചുമ്മാ വണ്ടിയുടെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കൈ കഴിച്ച് വോട്ട് മേടിക്കാൻ വന്നിട്ട് വെച്ച് പോകുന്നതല്ല. അതല്ല, അങ്ങനല്ല വേണ്ടത്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചേരണം. സെൻട്രലിലെ ഒരു പ്രശ്നമുണ്ട്, ഗാന്ധി ഫാമിലി പ്രോബ്ലമുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വിളിച്ചിരുന്നു. ആ ഒരു വയസ്സിൽ വന്നിട്ടുണ്ട്. കാരണം കഴിവുള്ള വേറെ ആൾക്കാരും ഉണ്ട്, അവർക്കൊന്നും വരാൻ പറ്റുന്നില്ല. പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ ആണ്. ഒരു ഫാമിലി വരികയാണ്. ഗാന്ധി ഫാമിലി ഉണ്ടല്ലോ, ആ ഒരു ട്രഡീഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് മിടുക്കരായ പല ആൾക്കാർക്ക് വരാൻ പറ്റുന്നുണ്ട്. ഇപ്പം നരേന്ദ്രമോദി ആണെങ്കിലും പിന്നെ ആരാ പറയാ, ഇപ്പം കോൺഗ്രസ് പാർട്ടിക്കാരാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിലേക്ക് ഒരുപാട് മെഡിക്കൽ സ്റ്റോർ, ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. പകുതി പൈസക്കാണ് അത് അവിടെ മാർക്കറ്റ് ചെയ്യുന്നില്ല.
മുകേഷിനെ കുറിച്ച് രാഷ്ട്രീയം പുള്ളി മോശമെന്ന് ഞാൻ പറയുന്നത്. പക്കയായിട്ട് ഞാൻ പറയുന്നത് രാഷ്ട്രീയം മോശം, അഭിനയം ഒക്കെയാണ്, പക്ഷെ രാഷ്ട്രീയം മോശം. പുള്ളി അതിന് നല്ലത് ഗണേഷ് കുമാർ തന്നെ അടിപൊളിയായിട്ട്. മുകേഷിനായിട്ട് നാടകം കളിച്ചിട്ടുള്ള ആളാണ്. മുകേഷിന് വേണ്ടി നല്ല കേരളത്തിലെ 2021 മിക്ക കമ്മ്യൂണിസ്റ്റ് ഇലക്ഷനിൽ നിന്ന മിക്ക നേതാക്കന്മാർക്കും വേണ്ടി നാടകം കളിച്ചിട്ടുള്ള ആളാണ്. ഞാൻ തിരുവനന്തപുരം കളിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് കാര്യം ഇവിടെ ഇപ്പൊ കേരളത്തിലൊരു മുഖ്യമന്ത്രിയുടെ ഒരു സ്ത്രീ വരാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? സ്ത്രീ വന്നാൽ നല്ല ഒരു സ്ത്രീ വരണമെന്ന് ഞാൻ പറഞ്ഞോളൂ. ഇപ്പം ടീച്ചർ നല്ല ടീച്ചറമ്മ അടിപൊളിയായിരുന്നു. കാരണം നല്ല ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ ആ സമയത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അണ്ണന്റെ അഭിപ്രായം ഇവിടെ പറയാമോ? പെണ്ണുങ്ങളായിട്ട് ആരും ഉള്ളത് ഇപ്പൊ ആക്റ്റീവായിട്ടുള്ളത് പോരാ. അല്ല, അപ്പൊ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ മാത്രമേ പറയുന്നുള്ളൂ, വേറെ പാർട്ടിയില് ആക്സിഡന്റ് പറ്റിയ മേഡമില്ല, പുള്ളിക്കാരി നല്ലതാണ്. ഞാൻ നേരിട്ട് പക്ഷേ നമ്മുടെ കേരളത്തിലെ പാർട്ടികൾ അങ്ങനെ പിന്നെ നമ്മുടെ ബിജെപിയിലാണെങ്കിൽ മറ്റേ ശോഭ സുരേന്ദ്രൻ അവര് സ്ത്രീകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? അമ്പലപ്പുഴ ഒരാൾ മരിച്ചു, പാർട്ടിയിലുള്ള ചെറിയൊരു ആളെ മരിച്ചു, അങ്ങോന്ന് വണ്ടി വിളിച്ച് രാത്രിക്ക് ഇവിടെ വന്നു. മനസ്സിലായി? അപ്പൊ അവര് ഇതൊന്നും ആരും പബ്ലിസിറ്റി സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ വേറൊരു വ്യത്യാസം അല്ലല്ല. ഞാൻ അമേരിക്ക ഇലക്ഷൻ പറഞ്ഞാൽ അമേരിക്കയിൽ ഇതുവരെ പെണ്ണുങ്ങളെ അമേരിക്കയിൽ ഇതുവരെ ഒരു പ്രസിഡന്റ് പെണ്ണായിട്ടില്ല, ഒരു പെണ്ണ് പ്രസിഡന്റ് ആയിട്ടില്ല. ഇവർക്ക് ആർക്കും പറ്റുന്നില്ല. അല്ല, ഞാനൊരു കേസ് ജർമ്മനിയിലെ മർക്കലായി, ഇംഗ്ലണ്ടിൽ പണ്ട് മാർഗരറ്റ് താച്ചർ ആയി. കേരളത്തിൽ അങ്ങനെ സ്ത്രീകളെ മുഖ്യമന്ത്രിയാക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് മാറ്റണമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ പാർട്ടികൾ അങ്ങനെ ആക്കുമെന്ന് അത് തോന്നുന്നില്ല. ഇവിടെ അമേരിക്കയിൽ പോലും പറ്റുന്നില്ല. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നിട്ടുണ്ട്. പ്രസിഡന്റ് അടക്കം ഒരു സ്ത്രീയാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ഇപ്പോൾ ഒരു സ്ത്രീയാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെ കേരളം വളരെ മെയിൻ ഡോമിനേറ്റർ ആണ്, പുരുഷാധിപത്യമുള്ള സഭയാണ്. അല്ലല്ല, കേരളത്തിലെ രാഷ്ട്രീയം പറഞ്ഞാൽ ഇപ്പൊ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഈ പാർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ മൊത്തം സാധാരണക്കാരാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ അണികളാണ്. അതാണ് ഏറ്റവും വലിയ ശക്തി. പക്ഷേ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾക്ക് ഭരണം ഇഷ്ടമല്ല, ഞങ്ങള് മാറി കൂട്ടി എന്നാണ് എന്റെ കുറെ ഇപ്പൊ നമ്മള് പറയുന്നത് ചിലപ്പോ ഞാൻ പറയുന്നത് ചിലപ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഞാൻ പറയുന്നത് നല്ല അനുഭവമുള്ള ജീവിതാനുഭവമുള്ള മനുഷ്യരെ മനസ്സിലാക്കുന്ന ഒരു ആള് വരണമെന്നാണ്. ജീവിക്കുന്നതിൽ ഞാൻ പറയില്ല, സുധാകരൻ സാറാണെങ്കിലും നന്നായിട്ട് അവിടെ ആലപ്പുഴ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നല്ല റോഡുകളും കാര്യങ്ങളും നല്ല രീതിയിൽ വികസനം കൊണ്ടുവന്ന മനുഷ്യനാണ്. മനസ്സിലായോ? അപ്പം പല കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, സുരേഷ് ഏട്ടൻ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അതായത് നെഗറ്റീവിനൊപ്പം ഞാൻ ആക്ച്വലി പഴയ കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവിയാണ്. പ്രാക്ടിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി നല്ല കമ്മ്യൂണിസ്റ്റ് ആം ആദ്മി പാർട്ടിയുടെ പല നന്ദി, പക്ഷെ അവർ വരാൻ ടൈമുണ്ട്. ഇപ്പൊ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ സെൻട്രലിലായാലും സ്റ്റേറ്റിലായാലും കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സൊല്യൂഷൻ സൊല്യൂഷനാണ്, ലോങ് ടേം അല്ല, ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ കോൺഗ്രസ് വരണം എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കണം. ഞാൻ കോൺഗ്രസ് അനുഭാവിയല്ല, ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവിയാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയല്ല. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനുഷ്യത്വവും ഇല്ല, വിവരവും ഇല്ല, വെറും ഗുണ്ടകളാണ്. അണികളെ നേതാക്കളോ എനിക്ക് പോകാൻ സമയം പോട്ടെ.